Assalamualaikum. Welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി മുട്ട ബജ്ജിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്കിതിന് ഉണ്ണി മസാല ബജ്ജി എന്നൊക്കെ പറയാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമ്മളൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. ഉള്ളി നന്നായിട്ട് വഴന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് അതിൻ്റെ മഞ്ഞ ഉണ്ടല്ലോ, മുട്ട പുഴുങ്ങിയതിൻ്റെ മഞ്ഞ, അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു മഞ്ഞ എടുത്തിട്ട് അതൊന്ന് ഉടച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളൊരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാലയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടി ആഡ് ചെയ്യാം. ഇനി വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതൊരു 1.5 ടീസ്പൂണോളം നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ മസാലപ്പൊടികളും നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുട്ട ബജ്ജിയുടെ മാവ് തയ്യാറാക്കാം. അപ്പോൾ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ വലിയ ടേബിൾ സ്പൂണോളം കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി എടുക്കുക. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്താൽ നമ്മുടെ മാവ് റെഡിയായി. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വേണമെങ്കിൽ ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാശ്മീരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് കാണാനായിട്ട് കുറച്ചും കളറൊക്കെ ഉണ്ടാവും, നല്ലൊരു ചുവപ്പ് കളറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഈ മുട്ടയുടെ മഞ്ഞ മാറ്റിയിട്ട് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നുള്ള ഫില്ലിങ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വേണം നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഒന്നുമില്ല, ഇനി നമ്മൾ സാധാ മുട്ട ബജ്ജി തയ്യാറാക്കും പോലെ ഈ ഒരു മിക്സ് നമ്മുടെ മാവിൻ്റെ മിക്സിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് കോട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നമ്മളിവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അടിപൊളി ഉണ്ണി മസാല മുട്ട ബജ്ജി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്ക് കട്ടൻ ചായയുടെ കൂടെയൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക.